അവരുടെ ശവസംസ്കാരത്തിന്റെ അവരനിയൻ കൊച്ചനിയന്മാരൊക്കെ മൃതരായവരുടെ ഇളയവരുമാണല്ലോ ക്രിയകൾ ചെയ്യാൻ. അപ്പൊ 10, 12, 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ സഹോദരന്റെ ബലിതർപ്പണത്തിന് ശ്രാദ്ധകർമ്മങ്ങൾക്ക് ചെയ്യുന്ന ദുഃഖങ്ങൾ, അങ്ങനെയെല്ലാം ചുറ്റിലും നിറയെ ദുഃഖങ്ങളാണ്, ദുരന്തങ്ങളാണ്. ഇതിനെ എങ്ങനെ മറികടക്കാം? ഒരു മനുഷ്യന്റെ ഏറ്റവും ആത്യന്തികമായ അവന് ആഹാരമുണ്ടെന്ന്, വീടുണ്ടെന്ന്, പാർപ്പിടങ്ങളും അതുപോലുള്ള ഭൗതികമായ സുഖങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ സുഖമില്ല. ആ സുഖം എന്തുകൊണ്ടില്ലാതാകുന്നു? ഈ ദുഃഖത്തെ എങ്ങനെ മറികടക്കാം എന്നാണ് ഭാഗവതം പറയുന്നത്. ഒരു ബാലകനാണ് 5 വയസ്സുള്ള ശൃംഗി. ഈ ശൃംഗിയാണ് ഭാഗവതം നമ്മളെല്ലാം കേൾക്കാനുള്ള കാരണമായത്. സാധാരണ ഒരു കുട്ടിയാണ്. എന്താണ് സന്ദർഭം നോക്കാം. അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ മകനാണ് ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചുപോയിട്ട് ജനിച്ച പരീക്ഷിത്ത്. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരണപ്പെടാൻ കാരണം മഹാഭാരതത്തിന്റെ ഗുരുവാമാവ്, പകയുടെ വിദ്വേഷത്തിന്റെ ഒരു ചിരഞ്ജീവി ഇപ്പോഴും നമ്മിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും പകയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നു എങ്കിൽ അശ്വത്ഥാമാവിനെ അതുകൊണ്ടാണ് മരണമില്ലാത്തവനായിട്ട്. അങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് പാണ്ഡവ വംശം നശിക്കട്ടെ, അത്രയും പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാണിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ എങ്ങനെ പെടുത്തും? ആ അശ്വത്ഥാമാവ് ഗർഭപാത്രത്തിൽ വെച്ച് ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിച്ച ശിശുവിനെ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നാരായണാസ്ത്രം പ്രയോഗിച്ച് പരീക്ഷിത്ത് നാരായണനെ ഗർഭപാത്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ലോകത്ത് ഒരു യോഗികൾക്കും അങ്ങനെ ഗർഭപാത്രത്തിൽ വെച്ച് നാരായണ ദർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പരീക്ഷണത്തിലൂടെ ജനിച്ചത് കൊണ്ടാണ് പരീക്ഷിത്ത് എന്ന പേരുണ്ടായിട്ട് പോലും, ഗർഭപാത്രത്തിൽ വെച്ച് ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ട് പോലും 64-ാമത്തെ വയസ്സിൽ മനോനില തെറ്റിപ്പോയി. ഇതാണ് ഭാഗവതം. തസ്മൈ ജാഗ്രത. നീ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും ഓരോ അടി വെക്കുമ്പോഴും അപകടം പറ്റാം. എത്രയോ നായാട്ട്